السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. هل ينظرون إلا أن يأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك. يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് അവന്റെ നേരിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് നിർവഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട സർവ അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ മസീഹു ദജ്ജാലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ്, ഫിത്നയാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. ഓരോ നമസ്കാരങ്ങളിലും സത്യവിശ്വാസികളായ നമ്മൾ അവന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, പ്രാർത്ഥനയോടൊപ്പം തന്നെ മസീഹു ദജ്ജാൽ ആരാണെന്നും അവന്റെ ഫിത്നകൾ എന്തെല്ലാമാണെന്നും പഠിക്കുകയും അവനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ദുആ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് ഫലം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, നാം ഉള്ള ഒരു കാലത്താണ് അവൻ വരുന്നതെങ്കിൽ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അവന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം അവനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുകൊണ്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മസീഹുദ് ദജ്ജാൽ ഇവിടെ വരുമ്പോൾ ആദ്യമായി അവൻ നടത്തുന്ന വാദം തന്നെ അന നബിയുൻ, ഞാനാണ് നബി, ഞാനാണ് പ്രവാചകൻ, പ്രവാചകത്വ വാദവുമായിട്ടാണ് മസീഹുദ് ദജ്ജാൽ തന്റെ ഫിത്ന ആരംഭിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവസാന കാലത്ത് വരുന്ന മസീഹുദ് ദജ്ജാൽ ഒറ്റക്കണ്ണനായ ദജ്ജാൽ മാത്രമല്ല പ്രവാചകത്വം വാദിക്കുന്നത്, മറിച്ച് ആ ദജ്ജാലിന് മുമ്പ് ഇവിടെ വരുന്ന കള്ളപ്രവാചകന്മാർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ചെറിയ ദജ്ജാലുകൾ, അവരെല്ലാവരും വാദിക്കുന്നത് പ്രവാചകത്വം തന്നെ ആയിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ നിലവിൽ വരുന്നതല്ല, ഹത്താ യുബ്അസ ദജ്ജാലൂന കദ്ദാബൂന, അങ്ങേയറ്റം കള്ളം പറയുന്ന ദജ്ജാലുകളെ, വ്യാജവാദികളായ ആളുകളെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, നിയോഗിക്കപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുന്നതേയല്ല. ഖരീബും മിൻ സലാസീൻ, ഏകദേശം അവർ 30ഓളം ആളുകൾ ഉണ്ടാകും. കുല്ലുഹും യസ്ഉമു അന്നഹു റസൂലുള്ളാഹ്, അവരെല്ലാവരും വാദിക്കുന്നത് ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തന്നെയാണ് എല്ലാവരും വാദിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ കള്ളപ്രവാചകത്വം വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അസ്വദുൽ അൻസി വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അവസാനം കള്ളപ്രവാചകന്മാരുടെ കണ്ണി ചെന്ന് അവസാനിച്ചത്, അവസാനമായി വന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഞ്ചാബിലെ ഖാദിയാൻ എന്ന പ്രദേശത്ത് മീർസ ഗുലാം അഹ്മദ് ഖാദിയാനിയാണ്. അപ്പോൾ കള്ളപ്രവാചകന്മാർ 30ഓളം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ദജ്ജാലുകളാണ്. ആ കൂട്ടത്തിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ഒരു ചെറിയ ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സഹാബിമാരൊക്കെ തെറ്റിദ്ധരിച്ചു, ഇവൻ തന്നെയാണ് യഥാർത്ഥ ദജ്ജാൽ എന്ന് സഹാബിമാരൊക്കെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയ ഒരു സംഭവം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിത് വിശദീകരിക്കുന്നത്, ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോ ഹദീസുകളിൽ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചു പോകും. ദജ്ജാല് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ വന്നുപോയല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകണ്ട എന്ന നിലക്ക് ആ സംഭവം ഇന്നത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ രൂപത്തിലുള്ള 30ഓളം ദജ്ജാലുകൾ, കള്ളന്മാർ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നു. സഹാബിമാര് തെറ്റിദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ചില വിശേഷണങ്ങൾ അവനിൽ കണ്ടപ്പോൾ സ്വഹാബിമാരിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, ഇവൻ തന്നെയാണ് ദജ്ജാൽ എന്ന് സ്വഹാബിമാർക്കിടയിൽ സംസാരമുണ്ടായി. അവന്റെ പേര് ഇബ്നു സയ്യാദ് എന്നായിരുന്നു. യഹൂദികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവൻ. അവന്റെ യഥാർത്ഥ നാമം സ്വാഫി എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായ സനദോടുകൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. മദീനയിൽ ആകെ പ്രചാരം നേടുന്നു, പ്രചരിക്കുന്നു, ദജ്ജാൽ വന്നല്ലോ,
ദജ്ജാല് വന്നു എന്ന പ്രചാരം മദീനയിലാകെ നടക്കുകയാണ്. സ്വഹാബിമാരിൽ പലരും തെറ്റിദ്ധരിക്കുന്നു, അവരും പ്രചരിപ്പിക്കുന്നു അന്ത്യനാളിന്റെ അടയാളമായ ദജ്ജാല് വന്നു. ഈ അവസരത്തിൽ ആരാണ് ദജ്ജാലെന്ന്, ഈ പ്രത്യക്ഷപ്പെട്ടവൻ യഥാർത്ഥ ദജ്ജാലാണോ അല്ലേ എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകന് വഹീ ലഭിക്കപ്പെട്ടിട്ടില്ല.